ഹേ ഗായ്സ്, ഇറ്റ്സ് മീ മൂവി പഫ് ബോയ്. അപ്പോൾ ഇന്ന് നമ്മുടെ പ്രഭാസ് അണ്ണൻ്റെ രാജാസാബ് മൂവി രാജാസാബ് മൂവിൻ്റെ ടീസർ റിയാക്ഷനാണ്. ഇന്ന് ടീസർ ഇറങ്ങുന്നുണ്ട്. ടീസർ ഇറങ്ങിയിട്ട് 2 മണിക്കൂറായിട്ടോ. അപ്പോൾ ഞാൻ ഇത്തിരി തിരക്കിലായിരുന്നു. എന്താ സ്കൂളിലേക്ക് പോകേണ്ട വന്നു. മറ്റേ ഇന്ന് +1 അഡ്മിഷൻ 3rd അലോട്ട്മെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ കിട്ടി. അപ്പോൾ അങ്ങനെ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇത്തിരി വൈകിപ്പോയതാണ്. അത് കുഴപ്പമില്ല. നമുക്ക് എന്തെങ്കിലും ടീസർ റിയാക്ഷൻ. ഇത് ഹൊറർ പടമാണെന്നാണ് ഞാൻ കേൾക്കുന്നത്. ഹൊറർ പടമായതുകൊണ്ട് തന്നെ, തെലുങ്ക് പടമായതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടി. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരെ മറ്റേ ഈ പടങ്ങളുണ്ടല്ലോ, ഹിന്ദി പടങ്ങൾ, ഗ്രാൻഡ് മസ്തി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാമറും പരിപാടികളൊക്കെ, ഒരുമാതിരി സംഭവങ്ങളൊക്കെ വൃത്തികെട്ട പടങ്ങളൊക്കെ പടച്ചു വിടാറുണ്ട്. അതേപോലെ തെലുങ്ക് ഇൻഡസ്ട്രി ആയതുകൊണ്ട് തന്നെ ഹിന്ദി പടം പോലെ ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടീച്ചറായാൽ മതിയായിരുന്നു. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അപ്പോൾ ഒന്നും ഞാൻ എടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനാവട്ടെ ബഫല്ലോ മിൽക്ക്. ഓ കൊള്ളാം. അമ്പോ ഫ്ലാറ്റാണ്. VFX നോക്കിക്കേ. സഞ്ജയ് ദത്ത ഇതാ പൂച്ചന്റെ VFX നോക്കി. അത് കാണിച്ചുതരാം. ഓ കണ്ണു బండి కొంచెం మెల్లగా തെലുങ്ക് കോമഡി ആണെന്ന് തോന്നുന്നു കേട്ടോ. കോമഡി ആണെന്ന് തോന്നുന്നു. ഓക്കെ, നിധി അഗർവാള నేరాలు బాబాలంటే డిగ్నిఫైడ్గా లవ్ చేస్తేనే മാളവിക മോഹൻ. തമനാണ് കേട്ടോ. ആനേന്റെ ഒക്കെ VFX. അതാരെന്നടി മൂന്നാമത്തെ? ബോളിവുഡിൽ നിന്നൊക്കെ ആൾക്കാരെ വിളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ తాత వైర్ కొరికేసేడేమో చూడరా బయట. ബിഗ്ഗസ്റ്റ് ഹൊറർ ഫാന്റസി ഡിസംബർ 5-ാം തീയതിയാണ് കേട്ടോ. സമയമുണ്ട്. രാജാസാബ്. ഞാനേ ഈ സിനിമയിലത്തെ നടി മറ്റേ നടിയെന്ന് വിചാരിച്ചിട്ടോ. ഒരു നടിയല്ല, അവരുടെ ഡാൻസറാണ്. യൂട്യൂബിലൊക്കെ ഡാൻസ് കളിക്കണ ടം ടം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പാട്ടിൽ കളിച്ചൊരു പെണ്ണുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇതിന് കാണിച്ചുതരാം. അതായിരുന്നു നിധി അഗർവാൾ. കുഴപ്പമില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിഷ്ടമാണ് നിധി അഗർവാളിന് ഇഷ്ടമാണ്. അപ്പോൾ എന്തൊക്കെയായാലും എന്താവില്ല എന്നൊക്കെ ആർക്കും പറയാൻ പറ്റില്ല. ഇത് ഒരു ജാതി അവസ്ഥയിലാണ് ടീച്ചർ കണ്ടിട്ട്. അപ്പോൾ എന്തൊക്കെയായാലും ഒരു പ്രതീക്ഷയും വെക്കണില്ല. എന്തെങ്കിലും ആവട്ടെ. ടീച്ചർ കണ്ടിട്ട് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അപ്പോൾ എന്തൊക്കെയായാലും ബൈ.